സെയിം ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും വീണ്ടും വരുന്നല്ലേ? ഓക്കെ. അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ഞാൻ പറഞ്ഞ ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റ് നമ്മുടെ തീർന്നല്ല. ഇൻപേഷ്യന്റിന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാത്തത് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യൻസ് വന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ഇതിന് പഠിപ്പിക്കാത്തതൊന്നും വന്നിട്ടില്ല മിസ്. പഠിപ്പിച്ചതല്ലേ വന്നിട്ടുള്ളൂ. ഓക്കെ ഓക്കെ. ഓക്കെ മിസ് പ്ലീസ് മ്യൂട്ട്. അൺമ്യൂട്ട് ചെയ്യട്ടെ എല്ലാരും. ഓക്കെ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നേഴ്സ്. നേഴ്സുമാരുടെ ഉത്തരവാദിത്തം എന്താണെന്ന്. ഒരു പേഷ്യന്റ് ഇൻപേഷ്യന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ആയി ഡോക്ടറെ കൺസൾട്ടേഷൻ ഒക്കെ കണ്ട് ട്രീറ്റ്മെന്റ് കിടക്കുന്ന പേഷ്യന്റ് ആണ് ഇൻപേഷ്യന്റ്. അപ്പൊ ആ ഇൻപേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നഴ്സുമാർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. നമുക്ക് നോക്കാം എന്താ അവരുടെ ഉത്തരവാദിത്തം, അവരുടെ ഡ്യൂട്ടീസ് എന്താ നോക്കാം. പ്രിപ്പയർ റൂം. എന്താ? ഫസ്റ്റ് തന്നെ റൂം തയ്യാറാക്കണം. ഒരു പേഷ്യന്റ് വന്ന റൂം തയ്യാറാക്കണം. എങ്ങനെയാണ് റൂം തയ്യാറാക്കണേ? പ്രിപ്പയർ എ ക്ലീൻ ആൻഡ് നീറ്റ് അഡ്മിഷൻ റൂം വിത്ത് ഓൾ ദ നെസസറി ഐറ്റംസ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ പേഷ്യന്റ്. എങ്ങനെയാണ്? പേഷ്യൻസിന്റെ ആവശ്യത്തിനനുസരിച്ച്, അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ പേഷ്യന്റ്, രോഗിയുടെ ആവശ്യത്തിനനുസരിച്ച് പേഷ്യൻസിന് വേണ്ട എല്ലാ സാധനങ്ങളും അടങ്ങിയ ക്ലീൻ ആയ റൂം ആയിരിക്കണം പേഷ്യൻസിന് കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പൊ നമ്മൾ പ്രിപ്പയർ റൂം എന്ന് പറയുമ്പോൾ തന്നെ റൂം തയ്യാറാക്കണം. എങ്ങനെ റൂം തയ്യാറാക്കാം? റൂം ക്ലീൻ ആൻഡ് നീറ്റ്. ക്ലീൻ ആയിരിക്കണം, നീറ്റ് ആയിരിക്കണം. അഡ്മിഷൻ റൂം അത് എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ഉണ്ടായിരിക്കണം? ഓൾ ദ നെസസറി ഐറ്റംസ്, എല്ലാ ആവശ്യമുള്ള സാധനങ്ങളും ഉണ്ടായിരിക്കണം റൂമിൽ. ഓൾ ദ നെസസറി ഐറ്റംസ് അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദ പേഷ്യന്റ്. പേഷ്യൻസിന് ആവശ്യം കാണുന്നില്ല. ആരെ കാണുന്നില്ല എന്നാ പറഞ്ഞേ? ഞാൻ ഷെയർ ചെയ്തതാണോ കാണാത്തെ? അതോ എന്നെ കാണുന്നില്ല? എന്താ കാണുന്നില്ല എന്ന് പറഞ്ഞത്? എന്നെ കാണുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് കാണുന്നുണ്ടാ? കാണുന്നുണ്ട്. അപ്പൊ കാണുന്നില്ല എന്ന് പറഞ്ഞവര് ഉച്ചായല്ല, നെറ്റിന്റെ ഒക്കെ സ്ലോ ആയിരിക്കും. അപ്പൊ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്ന് ജോയിൻ ചെയ്തിട്ട് അപ്പൊ റെഡിയാവും. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഫസ്റ്റ് തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സിന് ഫസ്റ്റ് റൂം തയ്യാറാക്കുക. റൂം തയ്യാറാക്കുമ്പോൾ പേഷ്യൻസിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, ആവശ്യമുള്ളന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലായിട്ട് പേഷ്യൻസിന് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ആവശ്യമുള്ള പേഷ്യൻസിന് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അടങ്ങിയ റൂം, നല്ല നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുള്ള റൂം നമ്മൾ തയ്യാറാക്കി വെക്കണം. പിന്നെന്താ പറഞ്ഞേ? പ്രിപ്പയർ ആൻ അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ബെഡ് വിത്ത് അഡിക്വേറ്റ് അഡ്ജസ്റ്റഡ്. പേജ് നമ്പർ ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തേ. പേജ് നമ്പർ പറഞ്ഞു കൊടുത്തേ. ഓക്കെ. പിന്നെന്താ നെക്സ്റ്റ്? പിന്നെ നമ്മൾ പറഞ്ഞത് പ്രിപ്പയർ ആൻ അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ബെഡ്. ബെഡ് നമ്മൾ എങ്ങനത്തെ തരത്തിലായിരിക്കണം? വിത്ത് അഡിക്വേറ്റ് അഡ്ജസ്റ്റഡ് ഹൈറ്റ് ഓഫ് ദ ബെഡ്. എങ്ങനെ? കിടക്കയുടെ ബെഡ് നമ്മൾ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യത്തിനുള്ള ആ ഒരു ഉയരത്തിനനുസരിച്ച്, കിടക്കയുടെ ആ ഒരു കറക്റ്റ് ഉയരത്തിനനുസരിച്ച് ഒരു ക്രമീകരിച്ചിട്ട് അതിന് തരത്തിൽ അനുയോജ്യമായ തരത്തിലുള്ള ഒരു കിടക്ക വേണം തയ്യാറാക്കാൻ. കറക്റ്റ് ഹൈറ്റും നല്ല ആ പേഷ്യൻസിന് പറ്റാവുന്ന രീതിയിൽ അപ്രോപ്രിയേറ്റ് ടൈപ്പ്, യോജിച്ച രീതിയിലുള്ള ആ ഒരു ബെഡ്, അതിന്റെ ഹൈറ്റ് ഒക്കെ നല്ല കറക്റ്റ് ആയിട്ട് പേഷ്യൻസിന് ഇരിക്കാവുന്ന രീതിയിൽ, കിടക്കാവുന്ന രീതിയിലുള്ള ഒരു ബെഡ് വേണം നമ്മൾ തയ്യാറാക്കി കൊടുക്കാൻ. അപ്പൊ ഫസ്റ്റ് നമ്മൾ റൂമിന്റെ കാര്യം പറഞ്ഞു. റൂമിൽ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരിക്കണം, നീറ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ ക്ലീൻ ആയിരിക്കണം. രണ്ടാമത് പറഞ്ഞത് എന്താ? ബെഡ് ആ ഹൈറ്റിൽ നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല കറക്റ്റ് ആയിട്ട് പേഷ്യന്റിന് കിടക്കാവുന്ന ഭാഗത്തിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നല്ല യോജിച്ച പോലത്തെ ഒരു ബെഡ് ആയിരിക്കണം പേഷ്യന്റിന് വേണ്ടത്. നെക്സ്റ്റ് എന്താ? ഐഡന്റിഫൈ സെൽഫ്. എന്താ? സ്വയം തിരിച്ചറിയുക. അതെന്താ നമ്മൾക്ക് നോക്കാം എന്താണ്? വെൽക്കം ദ പേഷ്യൻസ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് എ വാം അപ്രോച്ച്. എന്താ? പേഷ്യൻസിനെ നമ്മൾ റൂമിലോട്ട് അപ്രോച്ച് ചെയ്യണം. റൂമിലോട്ട് നമ്മൾ റിസീവ് ചെയ്ത് പേഷ്യന്റിന്റെ റൂമിലോട്ട് കൊണ്ടുവരുമ്പോൾ അവരെ പേഷ്യൻസിനെയും പേഷ്യൻസിന്റെ കൂടെ ഉള്ള ഫാമിലി
അവരുടെ ഫാമിലിനെ നമ്മൾ എങ്ങനെയായിരിക്കണം റൂമിലോട്ട് കൊണ്ടുവരേണ്ടത്? വാം അപ്രോച്ച്, നല്ല ഒരു ഊഷ്മളമായ സമീപത്തോടു കൂടി, നല്ല പേഷ്യൻസിനെ നമ്മൾ നല്ല ലെവലില് ഇങ്ങനെ പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ നല്ല ഒരു വാം അപ്രോച്ച് എന്ന് പറയുന്നത് എന്താ? ഊഷ്മളമായ സമീപനത്തോടു കൂടി എന്ന് പറഞ്ഞാൽ പേഷ്യന്റിനെ നല്ല രീതിയിൽ റൂമിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, പേഷ്യന്റിന് ഇങ്ങനെ പേഷ്യന്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മള് ഭയങ്കര കർശനമായി അങ്ങനെയൊന്നല്ല. പേഷ്യന്റ് ആണെങ്കിലും നല്ല ഒരു മനുഷ്യപ്പറ്റോടു കൂടി റൂമിലോട്ട് പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുവരാം. അവരോട് അതേപോലെ വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാനായിട്ട്. അതാണ് വെൽക്കം ദ പേഷ്യന്റ്, വെൽക്കം ചെയ്യുക. ഇങ്ങനെ വെൽക്കം ദ പേഷ്യന്റ് ആൻഡ് ഹിസ് ഫാമിലി വിത്ത് എ വാം അപ്രോച്ച്. പേഷ്യന്റിനെ അതോടൊപ്പം തന്നെ അവരുടെ കൂടെ ബൈസ്റ്റാൻഡർ, അവരുടെ ഫാമിലി ആരാണോ ഉള്ളത് അവരെ നല്ല വാം അപ്രോച്ചോട് കൂടി വേണം നമ്മൾ റൂമിലോട്ട് പേഷ്യന്റിനെ സ്വീകരിക്കാനായിട്ട്. പിന്നെ മേക്ക് ദ പേഷ്യന്റ് കംഫർട്ടബിൾ ഇൻ ബെഡ് ആൻഡ് പ്രൈവറ്റ് ഹിം വിത്ത് ഹോസ്പിറ്റൽ ക്ലോത്ത്സ് ആൻഡ് എൻഷുർ അഡ്വക്കേറ്റ് പ്രൈവറ്റ്. എന്താ പറഞ്ഞ പ്രൈവസി എന്ന് വെച്ചാൽ എന്താ? നമ്മള് പേഷ്യൻസിന്റെ ബെഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ രോഗിയുടെ ബെഡ് നല്ല കറക്റ്റ് ആക്കിയിട്ട് അത് സുഗമമാക്കുകയും പ്രിപ്പയർ ആൻഡ് അപ്രോപ്രിയേറ്റ് ടൈപ്പ് ഓഫ് ബെഡ്, പേഷ്യന്റിന് കറക്റ്റ് സൂട്ടബിൾ ആയ യോജിച്ച ബെഡ് നമ്മൾ റെഡിയാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ എന്താ പേഷ്യന്റ് കംഫർട്ടബിൾ ആയ ബെഡ് കൊടുക്കുകയും പ്രൊവൈഡ് ഹിം. പിന്നെ നമ്മൾ എന്താ അവർക്ക് കൊടുക്കണ്ടേ? വിത്ത് ഹോസ്പിറ്റൽ ക്ലോത്ത്. ഹോസ്പിറ്റൽ ക്ലോത്ത് എന്ന് വെച്ചാൽ പേഷ്യന്റിന് ഇടുന്ന ഡ്രസ്സുകൾ. നമ്മൾ ഹോസ്പിറ്റലിൽ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ഡ്രസ്സുകളൊന്നും ഇടില്ല. വൈറ്റ് കറക്റ്റ് പേഷ്യന്റിന് നല്ല വൈറ്റ് ഡ്രസ്സ്, വൈറ്റ് ബെഡ്, ഫുള്ള് വൈറ്റ് ആയിരിക്കും. വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ അങ്ങനെ ആയിരിക്കും. ഇവിടെ നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റി വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയുണ്ട്. നിംസ് ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഒരു ജോഡി ഡ്രസ്സ് മാത്രമേ കൊണ്ടുപോകുള്ളൂ. അത് അവിടെ മാറ്റി വെച്ച് അഡ്മിഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് അവരുടേതായ ഡ്രസ്സാണ് വരുന്നത്. അത് ഡെയിലി വന്ന് നമ്മൾ മാറ്റും. അതിനുള്ള ഒരു ഇതൊക്കെ സജ്ജീകരണമൊക്കെ ഉണ്ടാവും വലിയ ഹോസ്പിറ്റലിൽ. പക്ഷെ അതനുസരിച്ച് ഭയങ്കര ക്യാഷ് ആയിരിക്കും. അപ്പൊ അവര് നമ്മുടെ ഹോസ്പിറ്റലിൽ അവരുടേതായ വസ്ത്രമുണ്ട്. അഡ്മിഷൻ ആയ പേഷ്യന്റ് ഇപ്പൊ വാർഡിലൊക്കെ ആണെങ്കിൽ ഒക്കെ വെള്ള കളറിലായിരിക്കും, റൂമിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതുപോലെ ഹോസ്പിറ്റൽ വസ്ത്രം നൽകുകയും അതുപോലെ തന്നെ അവർക്ക് എന്ത് വേണം? പ്രൊവൈഡ് ഹിം വിത്ത് ഹോസ്പിറ്റൽ ക്ലോത്ത് ആൻഡ് ബെഡ്ഷീറ്റ്. ബെഡ്ഷീറ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? ഫുൾ വൈറ്റ് ആയിരിക്കും. വലിയ വലിയ ഹോസ്പിറ്റലിൽ ഫുൾ നല്ല വല്ല ബ്ലീഡിംഗ് ഉള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിലും അവർക്ക് ഷീറ്റ് വിരിച്ചിട്ട് അതിൽ തന്നെ വൈറ്റ് ബെഡ് ആയിരിക്കും. വൈറ്റ് ബെഡ് പുതയ്ക്കുന്നതും വൈറ്റ്, ഫുള്ള് വൈറ്റ് ആയിരിക്കും. ടർക്കി ടവലൊക്കെ ആണെങ്കിൽ അതും വൈറ്റ് ആയിരിക്കും. ഫുൾ നല്ല ഒരു കാമന്റെ ഒരു അന്തരീക്ഷമായിരിക്കും. നമുക്ക് അവിടെ നിൽക്കുമ്പോ തന്നെ ആ റൂമിൽ പേഷ്യൻസിനാണെങ്കിലും, പേഷ്യൻസിന് എത്ര ബ്ലീഡിംഗ് ഉള്ള പേഷ്യന്റ്, എത്ര ഡേർട്ടി പേഷ്യന്റ്, എത്ര എന്തൊക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിലും അതൊന്നും ഒരു ഇതുമല്ല. നല്ല വൈറ്റ് ഒക്കെ കറക്റ്റ് വൈറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലീഡിംഗ് ഉള്ള പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഈ ബ്ലീഡിംഗ് ഉള്ള പേഷ്യന്റ് എന്തിനാ വൈറ്റ് കൊടുത്തിരുന്നു. പക്ഷെ അവിടുത്തെ റൂൾസ് അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം പേഷ്യന്റിന് നമ്മൾ കംഫർട്ടബിൾ ആയ ബെഡ് കൊടുക്കണം, അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ക്ലോത്ത് കൊടുക്കണം, ആൻഡ് എൻഷുർ അഡിക്വേറ്റ് പ്രൈവസി. എന്ന് വെച്ചാൽ പ്രൈവസി കൊടുക്കണം. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റലാണ് എന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴും അവരെ ഒരു പ്രൈവസി ഇല്ലാണ്ടാവരുത്. അവർക്ക് നല്ലൊരു പ്രൈവസി നമ്മൾ അവിടെ എങ്ങനെയാണോ അവർക്ക് കിടക്കണേ അതുപോലെ തന്നെ. അല്ലാതെ ജയിലിലൊക്കെ പോലെ ഹോസ്പിറ്റൽ ഭയങ്കര സ്ട്രിക്റ്റ്, റൂമിൽ തന്നെ ഒരു പ്രൈവസി ഇല്ലാണ്ട് അങ്ങനെയല്ല. നല്ല ഒരു സ്വകാര്യത അവർക്ക് ആ റൂമിൽ കിട്ടണം. മതിയായ സ്വകാര്യത കറക്റ്റ് കൊടുക്കണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ ഫസ്റ്റ് ഫാമിലി അപ്രോച്ച്. ഫാമിലിനെ പേഷ്യന്റിനെ നല്ല വാം അപ്രോച്ചോട് കൂടി സ്വീകരിക്കുക, അവർക്ക് ക്ലോത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ആഡിക്വേറ്റ് പ്രൈവസി റെഡിയാക്കി കൊടുക്കുക, കംഫർട്ടബിൾ ആയ ബെഡ് റെഡിയാക്കി കൊടുക്കുക. ലെസൺ ഇൻ ആൻസൈറ്റി ഫിയർ. എന്താ? അവർക്ക് എന്തെങ്കിലും പേടി, ഭയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കുറയ്ക്കുക. അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ഉള്ള ഒരു ഇതിൽ നമ്മൾ അവരെ പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലെസൺ ആൻസൈറ്റി അല്ലെങ്കിൽ ഫിയർ, പേടിയും ഭയവും ഉത്കണ്ഠ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാം. അത് ഇല്ലാതാക്കുന്ന ഡ്യൂട്ടി ആരാണ്? നഴ്സുമാരുടെ ഡ്യൂട്ടിയാണ് ഇതൊക്കെ, അല്ലെ? ഇതൊക്കെ ചെയ്യേണ്ടത് ആരാണ്? നഴ്സുമാരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സ് എന്ന് പറയുന്നത്. നഴ്സുമാരുടെ റെസ്പോൺസിബിലിറ്റിയിൽ പെട്ടതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ ഐഡന്റിഫൈ സെൽഫ് എന്ന് വെച്ചാൽ അവർ സ്വയം തിരിച്ചറിയണം എന്ന് വെച്ചാല് അതിന്റെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്.
ഫാമിലിനെ പേഷ്യന്റിനെ വാം അപ്രോച്ചോടുകൂടി സ്വീകരിക്കാം. ബെഡ് കംഫർട്ടബിൾ ആയ ബെഡ് കൊടുക്കുക. അതുപോലെ തന്നെ ക്ലോത്ത്, ഹോസ്പിറ്റൽ ക്ലോത്ത് കൊടുക്കുക. അവർക്ക് റൂമിൽ മതിയായ സ്വകാര്യതയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. പിന്നെ ലെസൺ ആൻസൈറ്റി, അവർക്ക് എന്തെങ്കിലും ഉത്കണ്ഠ, ഭയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാം. ഓക്കെ, നെക്സ്റ്റ് ഓറിയന്റ് പേഷ്യന്റ്. ഓറിയന്റ് പേഷ്യന്റിന്റെ കാര്യങ്ങൾ പറയാണ്. പേഷ്യന്റിന്റെ കാര്യം എന്താ നോക്കാം. പേഷ്യന്റ് ഓറിയന്റഡ് പേഷ്യന്റ് എന്ന് വെച്ചാൽ അവിടെ അഡ്മിറ്റ് ആയി പേഷ്യന്റ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റിനോട് കുറച്ച് കാര്യങ്ങൾ പറയും. അതെന്താണെന്ന് നോക്കാം. പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നമ്മൾ അവർ ആദ്യമായിട്ട് വരുന്നത്, അവർക്ക് ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് അറിയില്ല, ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ അറിഞ്ഞൂടാ, എങ്ങനെയായിരുന്നു. എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ടൂർ പോലെ പോണതല്ലല്ലോ, അസുഖമായിട്ട് പോണതാ. അപ്പൊ അങ്ങനെ ഒരു മാനസിക അവസ്ഥയിൽ അവർക്കൊരു മെന്റലി ഒരുപാട് സ്ട്രെസ് ഒക്കെ ഉള്ള ഒരുപാട് പേഷ്യൻസ് ആയിരിക്കും. അപ്പൊ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണത് നമ്മൾക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ഓറിയന്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞത്. നമുക്ക് നോക്കാം. ലൊക്കേഷൻ ഓഫ് നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് വെച്ചാല് ഹോസ്പിറ്റൽ ഇവർ കിടക്കണ റൂമാണോ വാർഡാണോ. പേഷ്യന്റ് റൂം ആണെങ്കിലും വാർഡാണെങ്കിലും അതിന്റെ എത്ര ദൂരം കഴിഞ്ഞിട്ടാണ് നഴ്സിംഗ് സ്റ്റേഷൻ, ഏത് സ്ഥലത്താണ് നഴ്സിംഗ് സ്റ്റേഷൻ എന്നുള്ള ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. പേഷ്യന്റിനായാലും വൈസ് സ്റ്റാൻഡർക്കായാലും അവരെ കൂടെ നിൽക്കണ ആർക്കാണോ അവർക്ക് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാം. നഴ്സിംഗ് സ്റ്റേഷൻ നഴ്സുമാരെ അവിടെ തന്നെ ഇരിക്കില്ല, ട്രിപ്പ് തീർന്നോ എന്ന് നോക്കില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, ഇത് ചെന്ന് പറയാനായിട്ട് നഴ്സിംഗ് സ്റ്റേഷനിൽ. അപ്പൊ നമുക്ക് നഴ്സിംഗ് സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയണം. അപ്പൊ അതിന്റെ ലൊക്കേഷൻ നമ്മൾ അറിയണം. അപ്പൊ തന്നെ റൂം ബൗണ്ടറീസ് എന്ന് വെച്ചാൽ എന്താ, റൂമിന്റെ അതിരുകൾ. റൂമിന്റെ സ്ഥലത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുറിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടും, മുറിയുടെ ഇപ്പുറത്തെ സൈഡ് എന്താണ്, ഇപ്പുറത്ത് എന്താണ്, അതിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കില്ല. ആ റൂമിന്റെ പുറത്ത് അതിന്റെ ബൗണ്ടറീസ് എന്തൊക്കെയാണെന്ന് നമ്മള് അതറിയണം. റൂമിന്റെ അതിരുകൾ പറഞ്ഞു കൊടുക്കണം. ഇന്ന സ്ഥലത്ത് ഇതിൽ അവിടെയാണ്, ഇത് ഇവിടെയാണ്, ഇപ്പുറത്ത് പോയാൽ ആ റൂമിന്റെ 4 വശത്തുള്ള കാര്യങ്ങള് ബൗണ്ടറീസ് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ക്ലോത്ത് സ്റ്റോറേജ്, തുണികൾ വെക്കേണ്ട കാര്യങ്ങൾ. സ്റ്റോറേജ് എന്ന് വെച്ചാൽ എന്താ, അവർക്ക് ഡ്രസ്സുകള്, ഹോസ്പിറ്റലിന്റെ സാധനങ്ങൾ ഉണ്ടാവും, പിന്നെ മരുന്നുകൾ ഉണ്ടാവും, അങ്ങനത്തെ ക്ലോത്ത്സ്, തുണികൾ, ടർക്കി, അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ, ബെഡ്ഷീറ്റ്, അതൊക്കെ വെക്കണ സ്ഥലങ്ങള് ആ ഹോസ്പിറ്റൽ ആ റൂമിൽ തന്നെ ഉണ്ടാവും. അത് പറഞ്ഞു കൊടുക്കാം. പിന്നെ കോൾ ലൈറ്റ് എന്ന് വെച്ചാൽ എന്താ, പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അലർട്ട്, നഴ്സുമാരെ വിളിക്കാനായിട്ട്. ഇപ്പൊ പെട്ടെന്ന് എല്ലാ സമയത്തും നഴ്സുമാർ കൂടെ ഉണ്ടാവില്ല. ബൈസ്റ്റാൻഡർക്കായാലും നഴ്സിംഗ് സ്റ്റേഷനിൽ പോകാനുള്ള സമയം ഇതുണ്ടാവില്ല. പേഷ്യൻസിന് ഒരു രാത്രി സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ എമർജൻസി വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡർ പേഷ്യന്റിനെ ഇട്ടിട്ട് നഴ്സുമാരെ വിളിക്കാൻ പോകുമോ, പേഷ്യന്റിന് നോക്കും. അപ്പൊ എന്താ നമ്മൾ ചെയ്യാം, അവിടെ ഇരുന്ന് കുറെ വിളിച്ചു പറഞ്ഞിട്ട് കേൾക്കില്ല. അപ്പൊ നമ്മൾക്ക് അതുപോലെ കോൾ ലൈറ്റ്, അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ടാവും, ഒരു അലർട്ട് പോലെ ഒരു ബെല്ലുണ്ടാവും. ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്താൽ നഴ്സിംഗ് സ്റ്റേഷനിലോട്ട് വരും. ഓക്കെ, ബെല്ലുണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബെല്ല്, അതാണ് കോൾ ലൈറ്റ്. അത് ഇന്ന സ്ഥലത്താണ്, നിങ്ങൾ ഒരു പ്രസ് ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാം. എന്താണെങ്കിൽ സ്ഥിരമായിട്ട് കിടക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ബെഡ് സോറൊക്കെ വരും, അവിടെ ഇവിടെയൊക്കെ മേലൊക്കെ പൊട്ടും. പിന്നെ സാധാരണ പേഷ്യന്റ് ആണെങ്കിലും അവർക്ക് ചിലപ്പോ ഒന്ന് ചാടിയിരിക്കണം. അപ്പൊ ബെഡുമാ നമുക്ക് കറക്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ താഴും, 2 പുറവും നമ്മുടെ ലെഗിന്റെ സൈഡും ഹെഡിന്റെ സൈഡും പൊക്കി വെക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് പൊക്കണേ, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കാണ്ട് അവർക്ക് അതൊന്നും അറിയില്ല. അങ്ങനത്തെ ഉള്ള ബെഡൊക്കെ അവർ ഹോസ്പിറ്റലിൽ വരുമ്പോഴല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. കറക്റ്റ് ബെഡ് കൺട്രോൾ ചെയ്യണ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ലൈറ്റ് സ്വിച്ചസ്, എവിടെയൊക്കെയാണ് ലൈറ്റിന്റെ സ്വിച്ച്, ഫാൻ, ഒരുപാട് സ്വിച്ച് ഉണ്ടാവും ഹോസ്പിറ്റലാവുമ്പോ അല്ലെ. ഒരുപാട് സ്വിച്ച് എന്ന് വെച്ചാൽ അവിടെ നെബുലൈസ് വർക്ക് ചെയ്യണത്, ഓക്സിജൻ വർക്ക് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന സ്വിച്ചുകൾ ഉണ്ടാവും. അപ്പൊ ലൈറ്റിന്റെ സ്വിച്ച് ഏതാ, ഫാനിന്റെ സ്വിച്ച് ഏതാണെന്ന് അവർക്ക് ഡൗട്ട് ആയിരിക്കും. അതൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. നമ്മളെന്ന് വെച്ചാൽ നഴ്സുമാരുടെ റെസ്പോൺസിബിലിറ്റിയാ പറയണത്. ഓറിയന്റ് പേഷ്യന്റ് എന്ന് വെച്ചാൽ അവിടെ കിടക്കുന്ന പേഷ്യന്റ്, ആ പേഷ്യന്റിന്റെ കാര്യങ്ങൾ, ആ പേഷ്യന്റിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നാണ് പറഞ്ഞത്. അതാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, അപ്പൊ അതിന് നമ്മൾ നഴ്സുമാര് ആ പേഷ്യന്റിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഹെഡിങ് എന്താ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ പേഷ്യന്റിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ഇവിടെ പറയണത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ,
പിന്നെ നമ്മൾ ലൈറ്റ് സ്വിച്ചുകൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ടെലിഫോൺ പോളിസി. അപ്പൊ അവിടെ എല്ലാ റൂമൊക്കെ എടുക്കുകയാണെങ്കിലും വാർഡ് എടുക്കുകയാണെങ്കിലും ഫോൺ ഉണ്ടാവും അല്ലെ. അപ്പൊ ഫോൺ വിളിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇത്രയും സമയം ഇത്രയും ഫോൺ സമയത്തിന് ഫോൺ വിളിക്കാം. പിന്നെ നിങ്ങളുടെ റൂമിൽ ഈ നമ്പർ തെറ്റി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള പോലത്തെ ഫോൺ ആയിരിക്കില്ല അവിടെ ഫോൺ. അവിടെ ഒരു നമ്പർ ഉണ്ടായില്ലോ. ഏതെങ്കിലും റൂമിലൊക്കെ കിടക്കണ എല്ലാവരും ഓരോ നമ്പറാണ്. 1 നെക്കിയാൽ ചിലപ്പോൾ റിസപ്ഷനിൽ പോകും, 2 നെക്കിയാൽ എക്സ്റേ പോകും, 3 നെക്കി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും. നമ്മളുടെ നമ്പർ കുത്തി കഴിഞ്ഞാൽ അവിടെ പോകില്ല. അത് ഈ ഉള്ളില് ആ ഹോസ്പിറ്റലിന്റെ ഉള്ളില് ഓരോ കണക്ഷൻ ചെയ്തേക്കണ ഫോണാണല്ലോ. അപ്പൊ അങ്ങനത്തെ പോളിസികൾ ടെലിഫോണിന്റെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ TV കൺട്രോൾ, TV ഉണ്ടാവും. അപ്പൊ അവർക്ക് ബോറടിക്കുമ്പോ TV കാണാനുള്ള അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. റിമോട്ട് ഇങ്ങനെയാണ്, നമ്മുടെ വീട്ടിലെ റിമോട്ട് പോലെ ഒന്നും ആവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ മീൽ ടൈംസ് എന്ന് വെച്ചാൽ എന്താ, ഭക്ഷണത്തിന് ഓരോ ടൈം ഉണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിൽ 2 മണിക്ക് 3 മണിക്ക് കഴിക്കുന്ന പോലെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇഞ്ചക്ഷൻ ആന്റിബയോട്ടിക് ഒക്കെ പോണ ആൾക്കാരാണെങ്കിൽ കറക്റ്റ് ലെവലിൽ കറക്റ്റ് തന്നെ ഭക്ഷണം കഴിക്കണം. പിന്നെ ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ എല്ലാവർക്കും ഡയറ്റ് ഒക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് കൺട്രോൾസ് ഉണ്ട് അല്ലെ. അപ്പൊ ഭക്ഷണം നേരത്തെ കഴിച്ച് ഗുളിക കഴിക്കുന്ന പേഷ്യൻസിലെ ഗുളികകളൊക്കെ കഴിക്കുമ്പോൾ ഭക്ഷണം 1 മണിക്കൂർ മുൻപ് കഴിക്കണം. അത് കഴിഞ്ഞ് ഗുളിക കഴിഞ്ഞിട്ട് ബാക്കി എന്തും കഴിക്കാൻ പാടുള്ളൂ. അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മീൽ ടൈംസ് ഒക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കേണ്ട ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ വിസിറ്റിംഗ് അവർ എന്ന് വെച്ചാല് പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ ഒക്കെ പേഷ്യന്റിനെ കാണാൻ വരും, അഡ്മിറ്റ് ആയല്ല. അപ്പൊ അവർക്ക് എല്ലാ സമയത്തും തോന്നിയ നേരത്തൊന്നും ഹോസ്പിറ്റലിൽ വരാൻ പറ്റില്ല. അപ്പൊ അതിലൊക്കെ ഓരോ ടൈം ഉണ്ട്. ആ വിസിറ്റിംഗ് അവറിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇത്രയും സമയം കഴിഞ്ഞാൽ ഇവിടെ വിസിറ്റേഴ്സ് ഇരിക്കാൻ പാടില്ല, ഒരാളെ കൂടുതൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ ഡയറ്റ്, എന്തെങ്കിലും ഭക്ഷണങ്ങൾ അവർക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഉണ്ടാവും, അതിവിടെ അനുവദിക്കില്ല. അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റൈൽസ്. സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റൈൽസ് എന്ന് വെച്ചാൽ എന്താ, അവർക്ക് ഇപ്പൊ സ്റ്റെപ്പ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടത്. ഇപ്പൊ പേഷ്യന്റ് ഇവിടെ ഒരു റൂമിന്റെ അരിയത്താണ് അവരുടെ ബാൽക്കണിയൊക്കെ ആണെങ്കിൽ ആ ബാൽക്കണി പോയി നിൽക്കരുത്, അതവിടെ പിടിക്കരുത്. പിന്നെ സ്റ്റെപ്പിന്റെ കാര്യം, സ്റ്റെപ്പൊക്കെ എങ്ങനെയായിരിക്കും നമ്മൾ കാണാം. നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ചെല്ലുമ്പോ ചില സ്റ്റെപ്പൊക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് മോളിലായിരിക്കും. നമ്മൾ മോളിൽ അടിയിലേക്ക് നോക്കുമ്പോ തന്നെ നമ്മൾ വിചാരിക്കും നമ്മൾ എങ്ങനെ ഇവിടെ വന്നേരുന്നു, നമ്മൾ ലിഫ്റ്റിലായിരിക്കും വന്നേക്കണേ. പക്ഷെ അവിടെ ഒക്കെ വന്ന് നിൽക്കുമ്പോൾ അതൊന്നും സുരക്ഷിതത്വല്ല. പെട്ടെന്നായിരിക്കും നമ്മൾ കയ്യൊക്കെ വഴുക്കി താഴേക്ക് വീഴുന്നത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. സേഫ്റ്റി മെഷേഴ്സ്, സൈഡ് റെയിൽസ് എന്ന് വെച്ചാൽ ബാൽക്കണിയുടെ സൈഡിലൊക്കെ പുറത്തേക്ക് പിടിക്കാൻ പാകത്തിലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മള് കാണാനുള്ള ഭംഗിക്ക് റൂമിൽ കിടന്നാലല്ലേ നമുക്ക് പുറത്ത് കാണാന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോ പെട്ടെന്നായിരിക്കും താഴോട്ടൊക്കെ നമ്മൾ സ്ലിപ്പ് ആവുന്നത്. അപ്പൊ അങ്ങനത്തെ അവിടെ നിൽക്കരുത്. അങ്ങനത്തെ സേഫ്റ്റി ആയ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ടൈം ഫോർ ഡോക്ടർ വിസിറ്റ്. പിന്നെ ഡോക്ടർ എപ്പോഴാണോ പേഷ്യന്റിനെ വിസിറ്റ് ചെയ്യണേ റൗണ്ട്സ് ഉണ്ടാവും. ഡോക്ടർമാർ അഡ്മിറ്റ് ആയ പേഷ്യന്റിന് OP ഇരിക്കുന്നതിന് മുമ്പ് തന്നെ റൗണ്ട്സിന് വരും. അപ്പൊ ആ റൗണ്ട്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഇന്ന സമയത്ത് ഡോക്ടർ റൗണ്ട്സിന് വരും. ആ സമയത്ത് നിങ്ങളുടെ മുമ്പിലുള്ള സാധനങ്ങളൊക്കെ അടക്കി ഒതുക്കി നല്ല നീറ്റാക്കി ഇരിക്കണം. പേഷ്യന്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഡോക്ടർ കാണാൻ പറ്റും. പിന്നെന്താ, ബൈസ്റ്റാൻഡർ ഒരാൾ നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള റൂൾസ് ഒക്കെ നമ്മൾ ആർക്ക് പറഞ്ഞു കൊടുക്കണം? ഈ പേഷ്യന്റിനും ബൈസ്റ്റാൻഡർക്കും പറഞ്ഞു കൊടുക്കണം. പിന്നെ വാട്ട് ടെസ്റ്റ് ആർ ഷെഡ്യൂൾഡ് എന്ന് വെച്ചാൽ എന്താ, അവർക്ക് എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ റിസൾട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. എക്സ്റേ റിസൾട്ട് മേടിച്ചു വെക്കണം, അത് ഇന്ന സ്ഥലത്താണ്, ഇന്ന ഫ്ലോറിലാണ്. പിന്നെ ബ്ലഡ് ടെസ്റ്റ്, ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ലേ അതിന്റെ റിസൾട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ ഓറിയന്റ് പേഷ്യന്റിന് പറയാനുള്ളത്. ഓറിയന്റ് പേഷ്യന്റ് വെച്ചാൽ അവിടെ കിടക്കുന്ന പേഷ്യന്റ്, അഡ്മിറ്റ് ആയ പേഷ്യന്റ്, ആ പേഷ്യന്റിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ നേഴ്സുമാരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അവരുടെ ഉത്തരവാദിത്തത്തിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് അവിടെ പറയണത്. ഓക്കെ, അപ്പൊ ഇനി അത് പറയേണ്ട കാര്യമില്ലല്ലോ, വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവണാണ്. ഇല്ല, അതെന്താ അങ്ങനെ ചോദിച്ച? സുഹൈന ചോദിച്ചെന്താ, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നിട്ടുണ്ടോന്ന്? ഞാൻ നഴ്സിംഗ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. എന്താ സുഹൈന അങ്ങനെ ചോദിച്ചത്, ബൈസ്റ്റാൻഡർ ആയിട്ടുണ്ടോന്ന്? വെറുതെ. ഓക്കെ, ഞാൻ നഴ്സിംഗ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈസ്റ്റാൻഡർ ആയിട്ട് നിന്നിട്ടുണ്ട്. എന്റെ വാപ്പച്ചിക്ക് പാടില്ലാണ്ടൊക്കെ വന്നപ്പോ ഹോസ്പിറ്റലിൽ ഞാനും നിന്നിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ നമ്മള് പൊതുവെ അറിയണല്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ,
നെക്സ്റ്റ്. അപ്പൊ ഇതിന്റെ മൂന്നാമത്തെ പോയിന്റ് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ നഴ്സുമാർക്ക് സാധാരണ സിമ്പിൾ ആണ്. നമ്മൾ എന്തൊക്കെ ചെയ്യും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. അത്രയല്ലേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായില്ലേ? മൂന്നാമത്തെ കാര്യം ഒന്നും ഇനി പറയണ്ടല്ലോ. ഓക്കെ, മനസ്സിലായി. ഓക്കെ. നെക്സ്റ്റ് എന്താ? gather information related to എന്ന് വെച്ചാൽ എന്താ? അതില് നമ്മള് ഇത് കൊടുക്കും. അവർക്ക് ഡോക്ടർമാരോട് ഓരോ കാര്യങ്ങൾ പറയുന്നത് നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞു കൊടുക്കും കൃത്യമായിട്ട്. ആ എന്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം അതാണ് നമ്മൾ പറയുന്നത് gather information related. അവർക്ക് അവര് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്തെല്ലാം ഇൻഫർമേഷൻ ആണ് ശേഖരിച്ച് വെക്കേണ്ടത്. അതാണ് അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് മെഡിക്കൽ ഓർഡേഴ്സ്. ഓർഡേഴ്സ് എന്ന് വെച്ചാല് ഡോക്ടർമാര് പേഷ്യന്റിനോട് നഴ്സുമാരോടെ പറയുള്ളൂ എല്ലാ കാര്യങ്ങളും. ഇന്നത്തെ ഡോക്ടർ റൗണ്ട്സിൽ വന്നു പേഷ്യന്റിനെ പരിശോധിച്ചിട്ട് പറയും. എന്ത് പറയും? പേഷ്യന്റിന് ഉച്ച കഴിഞ്ഞിട്ട് പേഷ്യന്റിനെ കൊണ്ടുപോയി ഒന്ന് സ്കാൻ ചെയ്യണം, അല്ലെങ്കിൽ ബ്ലഡ് എടുക്കണം, പേഷ്യന്റിന് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നഴ്സുമാരോട് പറഞ്ഞ് ഫയലിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഡോക്ടർ മെഡിസിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, മെഡിസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ചിലപ്പോൾ ടെസ്റ്റിന്റെ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ഇതൊക്കെ ഡോക്ടേഴ്സ് റൗണ്ട്സ് കഴിയുമ്പോൾ പേഷ്യന്റിനോട് അത്യാവശ്യമുള്ളതൊക്കെ പറയും. പേഷ്യന്റിനോട് പറയും ഇപ്പൊ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങള് പേഷ്യന്റിനോട് പറയും. അപ്പൊ അങ്ങനെയുള്ള പേഷ്യന്റിനോട് പറയും നമ്മൾ എന്ത് വേണം? ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ശേഖരിച്ച് വെക്കാൻ. ഡോക്ടർ എന്താ പറഞ്ഞേക്കണേന്ന് നഴ്സുമാരുടെ ഡ്യൂട്ടി അല്ലേ. അപ്പൊ നഴ്സുമാർ എന്ത് വേണം? ഡോക്ടർ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഓർഡേഴ്സ് കറക്റ്റ് ചെയ്യാം. പിന്നെ ട്രീറ്റ്മെന്റ്. ആ ഡോക്ടർമാര് ഫയലിൽ എഴുതിയിട്ടുണ്ടാവും ട്രീറ്റ്മെന്റ്. നമ്മൾ ഒരു പേഷ്യന്റ് അല്ല. ഇപ്പൊ ഒരു നഴ്സ്, രണ്ട് നഴ്സ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ ഡേ ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ ഒരു 4 നഴ്സുമാരുണ്ടാവും. അതിലൊരു ഹെഡ് നഴ്സ് ഉണ്ടാവും, 3 അസിസ്റ്റന്റ് ആയിരിക്കും. നൈറ്റ് ഒക്കെ ആണെങ്കിൽ എന്തായിരിക്കും? ആകെ 2 നഴ്സ് ഉണ്ടാവുള്ളൂ. ഒരു ഹെഡ് നഴ്സും ഒരു നഴ്സിംഗ് അസിസ്റ്റന്റും. അപ്പൊ ഇവരാണ് എല്ലാ കാര്യവും ചെയ്യണത്. പക്ഷെ റൗണ്ട്സിന് ഡോക്ടർ റൗണ്ട്സിന് വന്നത് എപ്പോഴായിരിക്കും? ഒപിയിൽ ഇരിക്കുന്നതിന് മുമ്പ്. അപ്പൊ ഡേ ടൈമിലാണ് ഡോക്ടർ വന്നത്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടെസ്റ്റിന്റെ പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞു. നഴ്സുമാരെ കയ്യിൽ ഫയൽ കൊടുത്തു. ഈ ഒരു ഫയലല്ല, ഒരു പേഷ്യന്റ് ഒരു റൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഒരു 10-15 പേഷ്യന്റ് ആ ഒരു ഏരിയയിൽ ഉണ്ടാവും. ആ ഏരിയയിലെ ഫുള്ള് ഇൻചാർജും ആ ഡ്യൂട്ടിയൊക്കെ ഇവിടുത്തെ നഴ്സുമാർക്കായിരിക്കും. അപ്പൊ ഇവരിങ്ങനെ എല്ലാം കൊടുത്തു കഴിയുമ്പോ ഈ ഫയല് കറക്റ്റ് നോട്ട് ചെയ്യണം. അപ്പൊ നഴ്സുമാരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വന്നാണ് അവരത് കറക്റ്റ് നോട്ട് ചെയ്യണം. കാരണം എന്താ? ഈ പേഷ്യന്റിന് പറഞ്ഞതാവൂല നെക്സ്റ്റ് പേഷ്യന്റിന് പറയണത്, അത് ഒരിക്കലും അടുത്ത പേഷ്യന്റിന് പറയണത്. അപ്പൊ ഓരോ പേഷ്യന്റിനും എന്തെന്നാ പറയണേന്നുള്ളത് നമ്മൾ കറക്റ്റ് നോട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് ഓർഡർ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ gather ഇൻഫർമേഷൻ, അവർ ഓരോ ഇൻഫർമേഷനും എന്തിനെ റിലേറ്റ് ചെയ്തതാ? ഈ മെഡിക്കൽ ഓർഡേഴ്സിന്, ട്രീറ്റ്മെന്റിന്, ലാബ് റിസൾട്ട്, പിന്നെ വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ, പിന്നെ ഡയറ്റ്, എന്തെങ്കിലും ഭക്ഷണ രീതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് ചില പേഷ്യന്റിനൊക്കെ കാലിന് നടക്കാനൊക്കെ ഒടിവുള്ളൊക്കെ പേഷ്യന്റ് ആണെങ്കിൽ 1 മാസമൊക്കെ പ്ലാസ്റ്റർ ഇട്ട് നടന്ന പേഷ്യന്റ് പെട്ടെന്ന് നടക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ഡോക്ടർ എന്ത് പറയും? നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി ഒരാള് വരും, 2 നേരം വന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് ചെയ്യണം എന്ന് അവരോട് പറയും. നമ്മൾ പേഷ്യന്റിനോട് പറയും. ചില ഡോക്ടർമാര് നേരിട്ട് തന്നെ പേഷ്യന്റിനോട് പറയും. പക്ഷെ അവരോട് ഡോക്ടേഴ്സ് പറഞ്ഞാലും നമ്മുടെ ഉത്തരവാദിത്വമാണ് അവരെ അത് പറയിപ്പിക്കണം എന്നുള്ളത്. നമ്മൾ അവരോട് ചെയ്യിപ്പിക്കണം. ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടെന്ന് നമ്മുടെ റൂമിൽ അഡ്മിറ്റ് ആയിട്ട് എടുക്കുന്ന പേഷ്യന്റാ. അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റ് എവിടെയാണോ ഉള്ളത് അവരെ ടൈം നോക്കി നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ പേഷ്യന്റിനെ ചെയ്യിപ്പിക്കുന്ന ഡ്യൂട്ടി ആർക്കുണ്ട്? നമുക്കുണ്ട്. കാരണം ഇൻപേഷ്യന്റ് അല്ലേ, അവിടെ അഡ്മിറ്റ് ആയി കിടക്കുന്ന പേഷ്യന്റ് ആണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാം. ഏത് പേഷ്യന്റിനാണോ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞേ, ഫിസിയോതെറാപ്പി പറഞ്ഞല്ല ഡോക്ടർ, അത് ഇന്ന പേഷ്യന്റിനാണ്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മളെല്ലാ പേഷ്യന്റ് അപ്പൊ അത് നമ്മൾ ഒരുമിച്ച് ഗാദർ ചെയ്യുക. ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഈ റിലേറ്റഡ് ആയ ഈ ഡയറ്റ്, ആക്ടിവിറ്റി, ടെസ്റ്റ്, ലാബ് റിസൾട്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ റിലേറ്റഡ് ആയ എല്ലാ ഇൻഫർമേഷനും ശേഖരിച്ച് വെക്കാം. എന്നിട്ട് ഓരോരോ പേഷ്യന്റിന്റെ അടുത്ത് പോയി ഓരോരുത്തർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞ് അവരെ ബൈസ്റ്റാൻഡറെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, അതാണ് 4ാമത്തെ പോയിന്റ്. ഗാദർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു. ആ റിലേറ്റഡ് ബന്ധപ്പെട്ടതാണ് മെഡിക്കൽ ഓർഡേഴ്സ്, ട്രീറ്റ്മെന്റ് കാര്യങ്ങള്, പിന്നെ ലാബ് റിസൾട്ട്. ബ്ലഡ് ഒക്കെ രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പറയാം റിസൾട്ട് മേടിച്ചു തരാം. പിന്നെ ടെസ്റ്റ്, വേറെ എന്തെങ്കിലും ടെസ്റ്റ് പുറത്ത് കേട്ടിട്ടുണ്ടാവും. ലാബ് റിസൾട്ട് കൂടാതെ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഹോസ്പിറ്റലിന് മാത്രമായിരിക്കില്ല ടെസ്റ്റ്. ചില ടെസ്റ്റ് ഹോസ്പിറ്റലിലൊന്നും നടത്തില്ല, പുറത്ത് നടത്തുന്ന ടെസ്റ്റ് ഉണ്ട്.
അപ്പൊ അതൊക്കെ നമ്മൾ മേടിക്കാം. പിന്നെ ഡയറ്റ്, അല്ല ഡയറ്റ് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പറയാം. പിന്നെ ആക്ടിവിറ്റീസ് ഈ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പി ചെയ്യാനുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഏത് ഡേയ്സ് വരണം, ഏത് ടൈമിൽ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് നോക്കണം. അത് പേഷ്യന്റിനോടും ബൈസ്റ്റാൻഡറോടും പറയണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് 4ാമത്തെ കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ? പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ്. പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ് എന്ന് വെച്ചാൽ പേഷ്യന്റ്, രോഗിയുടെ നിരീക്ഷണം. സാധാരണ ആ ഒരു പ്രിലിമിനറി പ്രാഥമിക ഫസ്റ്റ് ടൈമിൽ തന്നെ പേഷ്യന്റ് നമ്മൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്, ഒബ്സർവേഷൻ ചെയ്യണം. പേഷ്യന്റ് ആരുടെ കയ്യിലാ? പേഷ്യന്റിന്റെ ഡോക്ടർ കൊണ്ടുവന്ന് ചികിത്സിച്ച് ട്രീറ്റ്മെന്റിന് ആക്കിയാലും ബാക്കി പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്ത് പോണ വരെ ആ പേഷ്യന്റിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി അവിടുത്തെ ഡ്യൂട്ടി നഴ്സുമാർക്ക്, അല്ലെ? അവിടെ ഡ്യൂട്ടി നഴ്സുമാരുണ്ടാവും, അവർക്കാണ് ആ പേഷ്യന്റിന്റെ ഫുൾ ഇൻചാർജ്. അപ്പൊ അവരാണ് ഒബ്സർവേഷൻ ചെയ്യുന്നത്. പേഷ്യന്റിനെ ഒബ്സർവേഷൻ ചെയ്യുന്നത് ആരാ? നഴ്സുമാര്. എന്താ നോക്കാം നമുക്ക്. ഫസ്റ്റ് ഒബ്സർവേഷൻ. ദ ഫസ്റ്റ് ന്യൂ മൊമെന്റ്സ് വിത്ത് എ പേഷ്യന്റ്, facial expressions will denote his emotional reactions and presence of pain, fatigue. എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാല് നമ്മുടെ പേഷ്യൻസിനെ ആദ്യം നമ്മൾ നിരീക്ഷിക്കുക, ഒബ്സർവേഷൻ ചെയ്യാം. ചില പേഷ്യന്റ് ഒക്കെ ഭയങ്കര പെയിൻ ആണെങ്കിൽ അവർ പറയില്ല, അല്ലെ? അവര് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവരുടെ മുഖത്തെ ഫേഷ്യൽ എക്സ്പ്രഷൻ കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ അതിനറിയണം. നഴ്സുമാര് അത്രയും എക്സ്പെർട്ട് ആയിരിക്കും. ഒരു പേഷ്യന്റിൽ നിന്നല്ല അവർ ഡെയിലി കാണുന്നത്. നഴ്സസ് എന്നൊക്കെ പറയുമ്പോ ഒരുപാട് പേഷ്യൻസിനെ കണ്ട് പരിചരിച്ച എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ, അവർ ഒരുപാട് ഫ്യൂ മൊമെന്റ്സ് ആ പേഷ്യൻസ് വന്ന ആ മൊമെന്റ്സിൽ തന്നെ പെട്ടെന്ന് തന്നെ ആ പേഷ്യന്റിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റണം. എന്താ? ഇമോഷണൽ റിയാക്ഷൻസ്, പ്രസൻസ് ഓഫ് പെയിൻ, ഫാറ്റിഗ്, അവർക്ക് ക്ഷീണം, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പെട്ടെന്ന് അവരെ പ്രസൻസിൽ നോക്കി നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയണം. ഓക്കെ, ആ മൊമെന്റിൽ തന്നെ ഫ്യൂ മൊമെന്റ്സ്, ആ കുറച്ച് ആ ഒരു മൊമെന്റിൽ തന്നെ പേഷ്യന്റിന്റെ ഫുൾ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റണം. പെയിൻ ഒക്കെ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചോദിച്ചാലും അവർക്കത് പറയാനും ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ അവരെ മുഖത്ത് കാണിക്കുക. ഇങ്ങനെയൊക്കെ പെയിനൊക്കെ ഉള്ളവരെന്തായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടോടുകൂടിയൊക്കെ കാണിക്കില്ലേ? അപ്പൊ നമ്മൾ പറയാ ഈ പേഷ്യന്റിന് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. പേഷ്യന്റിന്റെ വേദന, പിന്നെ അവരുടെ ക്ഷീണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പേഷ്യന്റിന്റെ ആ മൊമെന്റ്സിൽ തന്നെ ഒബ്സർവേഷൻ ചെയ്തിട്ട് പേഷ്യന്റ് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യന്റ്. പിന്നെന്താ? എനി ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ സച്ച് ജോണ്ടിസ്, പിന്നെന്താ? ജോണ്ടിസ്, പിന്നെ സിയാനോസിസ്, ഫേഷ്യൽ പാരലൈസിസ് ഷുഡ് ബി നോട്ടഡ്. ഫർദർ ഒബ്സർവേഷൻ ക്യാൻ ബി മേഡ് ഗിവിംഗ് കെയർ ടു ദ ക്ലയന്റ്. ക്ലയന്റ് ഇവിടെ പറയണത് ആരെ? സൈനോസിസ്, മഞ്ഞപ്പിത്തം എന്നൊക്കെ കേട്ടില്ലേ? മറ്റേ ജോണ്ടിസ് എന്താ? മഞ്ഞപ്പിത്തം. പിന്നെ സൈനോസിസ് എന്താ? അസുഖം. സൈനോസിസ് ഭയങ്കര ഹെഡേക്ക്, ഈ ബ്ലൂ കളർ. സൈനോസിസ് ബ്ലൂ കളർ. സൈനോസിസ് എന്ന് പറയുന്നത് ബ്ലൂ കളർ ആണോ? സൈനോസിസ് എന്ന് പറയുന്നത് ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, ഓക്സിജൻ കുറവ്. സൈനോസിസ്, സൈനസ്റ്റ് അല്ല, സൈനോസിസ് എന്ന് പറയണത് മറ്റേ ആ ഒരു, വേറെ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. ബോഡി ബ്ലൂ കളർ ആകും. അപ്പൊ മറ്റേ ടോക്സിക് ആയിരിക്കും, ടോക്സിക് ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ടോക്സിക് ആണെങ്കിൽ അങ്ങനല്ലേ? സൈനോസിസ് ടോക്സിക് ആവുമ്പോൾ ബ്ലൂ കളർ ഒക്കെ ആണത്. ഓക്സിജൻ സപ്ലൈ കുറവാകുമ്പോൾ, ഓക്കെ, ഓക്സിജൻ സപ്ലൈ കുറവാകുമ്പോൾ ശരീരമൊക്കെ ബ്ലൂ കളർ ആവും. ഓക്കെ, അതല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ട് നമ്മൾ മനസ്സിലാക്കണം. സ്കിന്ന് കണ്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മുടെ ശരീരത്തിന്റെ സ്കിന്ന് കണ്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഫേസിൽ എക്സ്പ്രഷൻ കാണാം, പേഷ്യന്റിന്റെ ആ ഒരു ഇമോഷൻസ്, റിയാക്ഷൻസ് ഒക്കെ കണ്ടിട്ട്, പ്രസൻസ്, ആ ഒരു പെയിന്റെ അതിന്റെ കാര്യങ്ങൾ, ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫാറ്റിഗ്, അതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ പേഷ്യന്റ് മനസ്സിലാക്കാൻ. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താ? മഞ്ഞപ്പിത്തം, മറ്റേ ജോണ്ടിസ്, പിന്നെ സൈനോസിസ്, പിന്നെന്താ? ഫേഷ്യൽ പാരലൈസിസ്. ഫേഷ്യൽ പാരലൈസിസ് എന്ന് വെച്ചാൽ പക്ഷാപാതം. പക്ഷാപാതം എന്ന് പറയുന്നത് ഒരു ഭാഗം തളർന്നിട്ട്, ഇപ്പൊ ഫേഷ്യൽ എന്ന് വെച്ചാൽ മുഖത്ത് ഒരു പക്ഷാപാതം. രക്തത്തിൽ ഓക്സിജൻ കുറയും എന്നാണ്. ഓക്കെ, രക്തത്തിൽ ഓക്സിജൻ കുറയുമ്പോൾ
ബ്ലൂ കളർ ആവും, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ രക്തത്തിൽ ഓക്സിജൻ കുറയണത്. പിന്നെ ഫേഷ്യൽ പാരലൈസിസ് വെച്ചാൽ മുഖത്ത് ഒരു ഭാഗം ഇങ്ങനെ കോടിപ്പോകാം, അതാണ് പാരലൈസിസ് ആവാം. നമ്മുടെ ശരീരം മൊത്തം പാരലൈസിസ് ആവണത് എങ്ങനെ, ശരിക്കും ഒരു ഭാഗമായിരിക്കും പാരലൈസിസ് ആവാം. അപ്പൊ നമ്മൾ ഈ കൈ, ഈ വശത്തുള്ള ലെഗ്, നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫുൾ ആണെങ്കിൽ ഫേസ് പാരലൈസ് ആകുന്നു. അപ്പൊ ഫേസ് പാരലൈസിസ് ആകുമ്പോൾ നമ്മുടെ ഈ ഭാഗമൊക്കെ അങ്ങോട്ട് കോടിപ്പോവും, ഇവിടെ ഈ വശം സംസാരിക്കാൻ പറ്റും, അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഷുഗർ കൂടിയത്, പിന്നെ പ്രഷറൊക്കെ തലക്കടിക്കുന്നവർക്ക് ഈ സംഭവം ഉണ്ടാവും. പ്രഷറൊക്കെ തലക്കടിക്കുന്നവർക്ക് അവർക്ക് പറയാൻ പറ്റും. പിന്നെ ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് ഉള്ളവർക്ക് പെട്ടെന്ന് ഇയർ ബാലൻസിന്റെ കംപ്ലൈന്റ് വരുമ്പോൾ നൈസ് ഹാർഡ് ബ്ലൂ കളർ ഇട്ട പൊടി. ഓക്കെ, നെയിൽസിലുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇതാണ് സൈനസിന്റെ കാര്യമാണ് പറയണത്. അപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട്, ഓക്സിജൻ ലെവല് കുറയാം, നമ്മുടെ ശരീരം ബ്ലൂ കളർ ആവാം, ചെക്ക് ചെയ്തു. ഓക്കെ 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 സുഹൈന, ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് മഞ്ഞപ്പിത്തം, പിന്നെ മുഖത്ത് ഇങ്ങനെ പാരലൈസ് ആവാം, അങ്ങനെ എന്തെങ്കിലും ചർമ്മത്തിന് നിറ വ്യത്യാസം, നമ്മുടെ സ്കിന്നിന് ഡിസ്കളറേഷൻ. എന്താ ഡിസ്കളറേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നിറ വ്യത്യാസം നമ്മൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ പേഷ്യന്റ് ആണ്, നമ്മൾ പേഷ്യന്റിന്റെ റൂമിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആയിട്ടും ആ പേഷ്യന്റിനോട് ഒരു കാര്യം സംസാരിക്കാതെ അങ്ങനെ ഒരുപാട് സിസ്റ്റർമാരുണ്ട്, നഴ്സുമാരുണ്ട്. അവരൊരു പേര് പോലും അറിയില്ല, അവരുടെ സ്ഥലം പോലും അങ്ങനെ ഒരു മൈൻഡ് ഇല്ലാണ്ട് വരിക, പേഷ്യന്റിന് മരുന്ന് കൊടുക്കുക, പോകുക. അങ്ങനെയുള്ള ആ ഒരു ഇന്ററാക്ഷൻ ഉള്ള പേഷ്യന്റ് ഒരുപാട് ഉണ്ട്. പക്ഷെ അങ്ങനെ ഒന്നല്ല, പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു കുടുംബം പോലെ ആയി. പിന്നെ നമ്മള് അവരോട് അത്രയും അറ്റാച്ച്മെന്റ് ആയാലും അവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയും, നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ്. അവര് നമ്മളെ വിശ്വസിച്ചാണ് അവിടെ വന്നേക്കണത്, അല്ലെ? അവര് ലൈഫ് നമ്മളാണ്, നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ മഞ്ഞപ്പിത്തം വരുമ്പോ മുഖമൊക്കെ ഇവിടൊക്കെ എന്തായിരിക്കും, മഞ്ഞ കളറായിട്ട് തോന്നും. അവരെ കണ്ണിലൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും, കണ്ണൊക്കെ മഞ്ഞ കളറായിരിക്കും. അപ്പൊ അങ്ങനെ ജോണ്ടിസ് ഉള്ളവരും, പിന്നെ മറ്റേ ഓക്സിജൻ ലെവല് കുറയുന്ന സൈനോസിസ് ആയാലും, പിന്നെ മുഖത്ത് പക്ഷാപാതം വന്നാലും, പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചർമ്മത്തിന് നിറവ്യത്യാസം തോന്നുന്ന എന്ത് രോഗമൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ ശ്രദ്ധയിൽ പെടാം. നമ്മളത് കണ്ടുപിടിക്കും, നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് വേണം, പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കാം, നല്ല പരിചരണം കൊടുത്തുകൊണ്ട്. ക്യാൻ ബി മേഡ് ഗിവിംഗ് കെയർ ടു ദ ക്ലയന്റ്. ക്ലയന്റ് എന്ന് പറയുന്നത് ഇവിടെ ആരാ, പേഷ്യന്റ് ആണ്. അപ്പൊ പേഷ്യന്റിന് നല്ല ഒരു കെയർ കൊടുത്തുകൊണ്ട് നമ്മൾ ആ പേഷ്യന്റിനെ ഒബ്സർവേഷൻ ഒബ്സർവ് ചെയ്യാൻ, നിരീക്ഷിക്കുക, അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ വേണം പേഷ്യന്റിനെ നിരീക്ഷിക്കാനായിട്ട്. അപ്പൊ രണ്ട് കാര്യത്തിലാണ് പേഷ്യന്റിനെ നിരീക്ഷിക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, ആ ഫ്യൂ മൊമെന്റ്സിൽ തന്നെ പേഷ്യന്റിന്റെ ഫേഷ്യൽ എക്സ്പ്രഷനും, പേഷ്യന്റിന്റെ കാര്യങ്ങൾ, റിയാക്ഷൻസ്, പ്രസൻസ്, ഫാക്ടറി, അതൊക്കെ ക്ഷീണമുണ്ടാ, പേഷ്യൻസിന് ഭയങ്കര ക്ഷീണമുള്ള, നമ്മൾ പറയില്ലേ ഈ പേഷ്യന്റ് എന്താണ് എപ്പോഴും ഇങ്ങനെ ഭയങ്കര ക്ഷീണിച്ചിരിക്കണേ, ഒരു ഉഷാറിയില്ല, ഈ പേഷ്യന്റ് എപ്പോഴും കിടപ്പ് തന്നെയുള്ള, അങ്ങനെ എപ്പോഴും കിടക്കുകയാണെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കുക, നമ്മൾ അത് ഒബ്സർവേഷൻ ചെയ്യാം. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞത് സൈനോസിസ്, ജോണ്ടിസ്, ഫേഷ്യൽ പാരലൈസിസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതും നമ്മൾ ശ്രദ്ധിക്കുക. കറക്റ്റ് അവരെ ഒബ്സർവേഷൻ ചെയ്തിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത് അവരെ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അതാണ് ഒബ്സർവേഷനിൽ പറഞ്ഞത്, ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ്. ആ രണ്ട് കാര്യങ്ങളുള്ളൂ. നെക്സ്റ്റ് ചാർട്ടിങ്. ചാർട്ടിങ് നമുക്ക് നോക്കാം. എന്താ ചാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചാർട്ടിങ് ഉള്ള കാര്യങ്ങൾ ചാർട്ടിങ് ചെയ്യണത്. റെക്കോർഡ് ഓൾ ദ ബേസിസ് ഇൻഫർമേഷൻ ഓഫ് ദ പേഷ്യന്റ് റെക്കോർഡ്. നമുക്കറിയാം ചാർട്ടിൽ എന്തായിരിക്കും, പേഷ്യന്റിന്റെ എല്ലാ ഇൻഫർമേഷനും ഉള്ള കാര്യങ്ങൾ, റെക്കോർഡ്സ്, പേഷ്യന്റ് ഡീറ്റെയിൽസ്, പേഷ്യന്റ് വന്ന സമയം മുതൽ പേഷ്യന്റിന് എന്തെല്ലാം അസുഖമുണ്ട്, പേഷ്യന്റ് നമ്മൾ ഏത് ട്രീറ്റ്മെന്റ് ആ കൊടുക്കണം, അങ്ങനെ ഫുൾ ഡീറ്റെയിൽ ഉള്ള ഒരു ചാർട്ട്, ഒരു റെക്കോർഡ് പേഷ്യൻസിന്റെ കയ്യിലുണ്ടാവും, അല്ലെ? അപ്പൊ പേഷ്യൻസിന്റെ ഡേറ്റയിൽ എല്ലാ അടിസ്ഥാന വിവരങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. പേഷ്യൻസിന്റെ എല്ലാ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഓഫ് ദ പേഷ്യൻസ് റെക്കോർഡ്, പേഷ്യൻസിന്റെ എല്ലാ വിവരങ്ങളും അതിൽ റെക്കോർഡ് ചെയ്യാം. നെക്സ്റ്റ് എന്താ, ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, ടൈം, പേഷ്യൻസ് ഡീറ്റെയിൽ, കംപ്ലൈൻസ് ഓഫ് ദ ക്ലയൻസ്, എനി അലർജി ആൻഡ് പേഷ്യൻസ് മെന്റൽ സ്റ്റാറ്റസ്. എന്ന് വെച്ചാൽ നമ്മൾ ആ റെക്കോർഡ്സിൽ നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ എല്ലാ ഇൻഫർമേഷനും. മനസ്സിലാവുന്നില്ല എല്ലാവർക്കും? സ്പീഡ് കൂടുന്നുണ്ടാ? സ്പീഡ് ഉണ്ടാ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, സ്പീഡില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പറയാം. അപ്പൊ ഇതിലെന്താ പറഞ്ഞേ, നമ്മൾ പറഞ്ഞു പേഷ്യൻസിന്റെ ഓൾ ഇൻഫർമേഷൻ, എല്ലാ ഇൻഫർമേഷനും അറിഞ്ഞ റെക്കോർഡ് ചെയ്യണം. ആ റെക്കോർഡിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം, ക്ലിയർലി മെൻഷൻ. എന്തൊക്കെ മെൻഷൻ ചെയ്യണം? അഡ്മിഷൻ ഡേറ്റ്, എന്നാണ് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നത്, ആ വന്ന സമയം, പിന്നെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽ, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ്, ജെൻഡർ ആണോ, ജെൻഡർ ഏതാണ്, ഫീമെയിൽ ആണോ, മെൻ ആണോ, പിന്നെ അങ്ങനെയുള്ള കംപ്ലൈൻസ് ഓഫ് ദ പേഷ്യന്റ്, എന്ത് കംപ്ലൈന്റിനാണ് പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നത്, എന്താണ് ആ പേഷ്യൻസിന്റെ അസുഖം എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ഇനി അലർജി,
ആ പേഷ്യന്റിന് എന്തെങ്കിലും അലർജി ഇല്ല, അത് നമ്മൾ പ്രത്യേകം നോക്കണം. കാരണം ചില അലർജി ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ ചില മരുന്നൊക്കെ കൊടുക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് കാണിക്കും. അപ്പൊ അവര് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യും അല്ലെ, അലർജി ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. എന്നിട്ട് നമ്മളോട് പറയും ഈ ഇഞ്ചക്ഷൻ ചെയ്തോടുത്ത് വല്ല ചൊറിച്ചിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതും നമ്മൾ നോട്ട് ചെയ്യണം. എനി അലർജി ആൻഡ് പേഷ്യൻസ് മെന്റൽ സ്റ്റാറ്റസ്, പേഷ്യൻസിന് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് രോഗിയുടെ മാനസികതയിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. അതും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പരാമർശിക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്, ക്ലിയർലി മെൻഷൻ, വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് എന്താ, റെക്കോർഡിംഗ് അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ, അപ്ഡേറ്റ് വാർഡ്, സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്. ഇത്രയും കാര്യങ്ങള് നമ്മള് റെക്കോർഡ് വേണം. നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു പേഷ്യൻസിന്റെ ഫുൾ ഡീറ്റെയിൽ അടങ്ങിയ ഒരു പേഷ്യൻസ് റെക്കോർഡ് വേണം. രണ്ടാമത് പേഷ്യൻസ് റെക്കോർഡിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. മൂന്നാമത് പറയണം എന്താ, പേഷ്യൻസിന് ഒരു അഡ്മിഷൻ രജിസ്റ്റർ വേണം. പേഷ്യൻസിന് എന്ത് വേണം, ഒരു അഡ്മിഷൻ രജിസ്റ്റർ വേണം. ആ രജിസ്റ്റർ ട്രീറ്റ്മെന്റ് ബുക്ക് വേണം. വേണ്ടേ, ഡോക്ടർമാർ ഇന്ന മരുന്ന് ഇന്ന ദിവസം എഴുതി, എല്ലാ ദിവസവും ഒരുപോലത്തെ മരുന്നാവില്ല. ഇന്ന് കഴിച്ചു, ഡോക്ടർ റൗൺസിന് വന്നു, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ അവരോട് പറയും കഴിച്ച മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറയും. നെക്സ്റ്റ് രണ്ടാമത്തെ ദിവസം ഡോക്ടർ വരുമ്പോഴായിരിക്കും പേഷ്യന്റ് പറയണേ എനിക്ക് ഇന്ന് കുറച്ച് അവിടെ വേദന ഇവിടെ വേദന കുറച്ച് ബുദ്ധിമുട്ട് കുറച്ച് ഇഷ്യൂസ് ഒക്കെ പറയും. അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും, പുതിയ മരുന്ന് എഴുതും അല്ലെ, അപ്പൊ ഒരു പുതിയ ട്രീറ്റ്മെന്റ് എഴുതും. അപ്പൊ പുതിയ മരുന്ന് എഴുതി, അപ്പൊ അത് നമ്മൾ കറക്റ്റ് എഴുതാം. അതിനാണ് ട്രീറ്റ്മെന്റ് ബുക്ക്. പിന്നെ റിപ്പോർട്ട് ബുക്ക്. റിപ്പോർട്ട് ബുക്ക് എന്താ, പേഷ്യൻസിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കൊടുത്തു, ഏത് സമയത്ത് പേഷ്യന്റ് ഇൻപുട്ട് ആയാലും ഔട്ട്പുട്ട് നമ്മൾ നോട്ട് ചെയ്യണം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത് പേഷ്യൻസ് എന്തോരം വെള്ളം ഉള്ളിലോട്ട് കുടിച്ചു, അത് ഇൻപുട്ട്. ഉള്ളിൽ നിന്ന് യൂറിൻ വഴി വെള്ളം പുറത്തേക്ക് എത്ര പോയി, അത് ഔട്ട്പുട്ട്. അപ്പൊ ഇൻപുട്ടും ഔട്ട്പുട്ടും കറക്റ്റ് രേഖപ്പെടുത്തണം. പിന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, ബ്ലഡ് എടുത്തു, പേഷ്യന്റിന് ഇന്ന കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള റിപ്പോർട്ട് ബുക്ക് ചെയ്യണം. പിന്നെ മെഡിക്കൽ ലീഗൽ കേസ്, MLC അതുണ്ടെങ്കിൽ മാത്രം രജിസ്റ്റർ ചെയ്യണം. MLC എന്ന് വെച്ചാൽ ചില ആക്സിഡന്റ് കേസ് ഒക്കെ ആണെങ്കിൽ കേസ് ഉണ്ടാവും ലീഗലായിട്ട് റിലേറ്റഡ് ടു പോലീസ് കേസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റ് കേസ് ഒക്കെ വന്നെങ്കിൽ അവർക്ക് ലീഗൽ ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കേസൊക്കെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതാണ് മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്റർ. MLCയുടെ ഫുൾ ഫോം ഒക്കെ പഠിച്ചിരുന്നോ, ചോദിക്കും നിന്റെ എക്സാമിന്, മെഡിക്കൽ ലീഗൽ കേസ്. ഓക്കെ, അപ്പൊ അങ്ങനെ കേസുള്ള ഇതൊക്കെ ആണെങ്കിൽ അങ്ങനെ വേണം. പിന്നെന്താ, അപ്ഡേറ്റ് വാർഡ്, സെൻസസ് ആൻഡ് നഴ്സസ് നോട്ട്. എന്ന് വെച്ചാല് വാർഡിന്റെ ഇപ്പൊ ഇവര് ചിലപ്പോ ഇന്ന് വാർഡാണെങ്കിൽ നാളെ കുറച്ച് കഴിയുമ്പോൾ ഇവര് പറയും, 2 ദിവസം വാർഡിൽ കിടന്നിട്ട് പറയും എനിക്ക് റൂം കിട്ടണമെങ്കിൽ എനിക്ക് റൂമിലോട്ട് മാറാട്ടാന്നൊക്കെ പറയും. അപ്പൊ ആ വാർഡിലത്തെ കാര്യങ്ങള് പിന്നെ റൂമില് അവർ റൂമിൽ ചെന്നിട്ടുള്ള കാര്യം, പിന്നെ വാർഡിൽ അവർ കിടന്നിട്ട് സെൻസസ് അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട്, വാർഡിൽ കിടന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യണം. പുതിയതായിട്ട് എഴുതി കറക്റ്റ് വെക്കണം. പിന്നെ നഴ്സസ് നോട്ട്, നഴ്സുമാരൊരു നോട്ട് ഉണ്ടാവും. നഴ്സുമാര് ചെയ്യുന്ന TPR ചാർട്ട് അവര് രേഖപ്പെടുത്തുന്നത്, നഴ്സുമാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നഴ്സസ് നോട്ടില് കറക്റ്റ് നോട്ട് ചെയ്യാം. ചാർട്ടിങ്ങിലാണ് ഇതൊക്കെ പറഞ്ഞത്. ചാർട്ടിങ്ങിൽ നമുക്കൊന്ന് ചിന്തിച്ചാൽ മതി. ചാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഫുള്ള് റെക്കോർഡുകളായിരിക്കും. പിന്നെന്താ, ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവീവിംഗ് സിസ്റ്റം. എന്താ ഫിസിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത്? അതെന്താ, മറ്റേ സിസ്റ്റം നമ്മുടെ ഈ ഇതില്ലേ ഫിസിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത്, ഈ റെക്കോർഡുകളൊക്കെ റിവ്യൂ ചെയ്യണത് സിസ്റ്റമില്ലേ, റെക്കോർഡില്ല കമ്പ്യൂട്ടർ, ആ ഒരു കമ്പ്യൂട്ടർ അത് റെക്കോർഡ് ചെയ്യണ ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം, അവലോകനം ചെയ്യാം. അവലോകനം ചെയ്ത് നമ്മൾ വിലയിരുത്തുക എന്ന് വെച്ചാൽ നമ്മള് സിസ്റ്റത്തിലൊക്കെ റെക്കോർഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ ചെന്ന് ഇത് ഇടക്കിടക്ക് ഓരോന്നോരോന്ന് റെക്കോർഡ് വെച്ചിട്ട് നമ്മൾ പിന്നെ അടുത്ത ഇത് വരുമ്പോ നോക്കല്ല, നമ്മൾ കറക്റ്റ് നോക്കാം. നമ്മൾ ഈ പേഷ്യൻസിന്റെ ഫിസിക്കലായിട്ടുള്ള ശാരീരിക കാര്യങ്ങള് നമ്മൾ ഇതിൽ കറക്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, റിവ്യൂ, അങ്ങനെ നമ്മൾ റിവ്യൂ എടുക്കാം. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി പോയി ആ സിസ്റ്റത്തിൽ പോയി റിവ്യൂ ചെയ്യാം. അതാണ് ഫിസിക്കൽ അസസ്മെന്റ്. ശാരീരികമായിട്ടുള്ള ആ പേഷ്യന്റിന്റെ കാര്യങ്ങൾ, ശാരീരിക വിലയിരുത്തൽ, ശാരീരികമായി ചെയ്ത പേഷ്യന്റിന് എന്തെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ പോയി ആ റിവ്യൂ എടുക്കാം, സിസ്റ്റത്തിൽ പോയി റിവ്യൂ എടുക്കാം. പിന്നെ പേഷ്യൻസിന്റെ കംഫർട്ട്, പേഷ്യൻസ് ഇതിൽ കംഫർട്ട് ഉണ്ടോ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണോ,
പേഷ്യന്റ് ആ ട്രീറ്റ്മെന്റിൽ പേഷ്യന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. പേഷ്യൻസ് കംഫോർട്ട് അതാണ് കറക്റ്റ് ഇതിൽ നമ്മൾ നോക്കേണ്ടത്. പിന്നെ കളക്ട് ഇൻഫർമേഷൻ ഫോർ ഡാറ്റാബേസ് എന്ന് വെച്ചാൽ എന്താ, കറക്റ്റ് ഇൻഫർമേഷൻ ഡാറ്റാബേസിൽ കൊടുക്കാം. നമ്മൾ ഇതൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലാവുമ്പോൾ ഫുള്ള് എന്തിലായിരിക്കും, സിസ്റ്റത്തിലായിരിക്കും അല്ലെ, ഇതിലെ ലാപ്പില കമ്പ്യൂട്ടറിൽ അതിലൊക്കെ ഉള്ള സിസ്റ്റത്തിലാണ് ഫുള്ള്. അത് നമ്മൾ കറക്റ്റ് ആണോ, ഇൻഫർമേഷൻ കൊടുത്തത് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ കളക്ട് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ കളക്ട് ഓരോ ഇൻഫർമേഷൻ കൊടുക്കുന്നതും കറക്റ്റ് കളക്ട് ചെയ്ത് ഡാറ്റാബേസിൽ വെക്കാം. ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ സിസ്റ്റം. ആ സിസ്റ്റത്തില് ഓരോ ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് വെക്കാം. നമ്മൾ കൊടുക്കണം. മുകളിൽ നമ്മൾ കുറെ ഇൻഫർമേഷന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ആ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കാം. പിന്നെ ഒബ്റ്റെയിൻ ഫിസിഷ്യൻ ഓർഡർ ഫോർ ലാബ് ടെസ്റ്റ് മെഡിക്കൽ ആക്ടിവിറ്റി. എന്താ, ലാബ് ടെസ്റ്റുകള് പിന്നെ മെഡിക്കൽ പ്രവർത്തനങ്ങള് അവർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഫിസിഷ്യന് നമ്മൾ ഓർഡർ കൊടുക്കാം. ഫിസിഷ്യൻ ഇപ്പൊ പേഷ്യന്റിന് ഒരു ലാബ് റിപ്പോർട്ട് ടെസ്റ്റ് എക്സ്റേയുടെ ഒക്കെ റിസൾട്ട് കിട്ടി. ഡോക്ടർ ഇന്ന് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു പേഷ്യന്റിന് ഇങ്ങനെ എക്സ്റേ എടുക്കണം, ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ പോയി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം റൗണ്ട്സിന് വരുമ്പോൾ അല്ലാതെ അതിനു മുമ്പ് ഈ റിസൾട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ഡോക്ടർ എന്തായാലും ഓപ്പിൽ വരും. അത് കൂടാതെ എന്തെങ്കിലും പേഷ്യൻസിന്റെ ഈ റിസൾട്ടുകൾ ലാബ് ടെസ്റ്റ് മെഡിക്കൽ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അതിന് മുന്നേ കിട്ടി. എക്സ്റേ ഒക്കെ ആണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു പേഷ്യന്റിന്റെ എക്സ്റേ എടുത്ത് തീരും അല്ലെ. അപ്പോഴേക്കും ഈ ഡോക്ടർ എന്തായിരിക്കും, ഇവിടുത്തെ റൗണ്ട്സ് കഴിയാണ്ട് ഡോക്ടർ പേഷ്യന്റിന്റെ നഴ്സുമാരെ കൊണ്ടുപോകില്ല. റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഡോക്ടർ ഒപ്പിൽ ഇരിപ്പുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് വേണം, ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഈ പേഷ്യന്റിന്റെ റിസൾട്ടുകൾ കാണിക്കാം. ലാബ് റിപ്പോർട്ട് ആയാലും എക്സ്റേ റിപ്പോർട്ട് ആയാലും രാവിലെ സാർ എടുക്കാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞു നമ്മള് ആരെ കാണിക്കണം, ഡോക്ടറെ കാണിച്ച് ഓർഡർ എടുക്കാം. ഡോക്ടർ അപ്പൊ ഓരോ ഓർഡർ പറയും. പിന്നെ ആ പേഷ്യന്റിന് ഇപ്പൊ ഫയലും കൊണ്ട് പോണം. ഫയലും കൊണ്ട് ഈ കിട്ടിയ റിസൾട്ടും കൊണ്ട് ഓപ്പിയിൽ ചെന്ന് ഡോക്ടറോട് വിവരങ്ങൾ പറഞ്ഞ് ഡോക്ടർ അതിന് പുതിയ ഓർഡർ കൊടുക്കും, ഇന്ന മരുന്നുകളാണ്. അപ്പൊ അങ്ങനെ അത് നമ്മൾ ചെയ്യണം. ഇതൊക്കെ നമ്മൾ റെസ്പോൺസിബിലിറ്റിയാ പറയണത്, നഴ്സുമാരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചാർട്ടിങ്ങിൽ പറയണത്. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ ഇത് ചാർട്ടിങ്? ഓക്കെ ആണോ എല്ലാവരും? ആരെങ്കിലും ഒരു റെസ്പോണ്ട് ചെയ്യും? ഓക്കെ അപ്പൊ ഇനി നെക്സ്റ്റ് എന്താ, ഫോളോ ഓർഡേഴ്സ് ബൈ ദ കൺസൾട്ടന്റ്. ഫോളോ ഓർഡേഴ്സ് ബൈ ദ കൺസൾട്ടന്റ്. ഫോളോ ഓർഡേഴ്സ് കൺസൾട്ടന്റ് വെച്ചാൽ എന്താ, കൺസൾട്ടന്റിന്റെ ഉത്തരവുകൾ നമ്മൾ ഫോളോ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ കൺസൾട്ടന്റ് ആരാ, നമ്മുടെ ഡോക്ടർ. എന്താണ് MLC എന്ന് പറയുന്നത്, മെഡിക്കൽ ലീഗ് കേസ്, മെഡിക്കൽ ലീഗ് കേസ് MLC. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ, ഡോക്ടറുടെ കൺസൾട്ട് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഡോക്ടർ, നമ്മളെ ഏത് ഡോക്ടറാണോ ട്രീറ്റ്മെന്റ് ചെയ്യണേ, ഏത് ഫിസിഷ്യൻ, അതാണ് കൺസൾട്ടന്റ്. ആ ഡോക്ടറെ നമ്മൾ ഇതെടുക്കണം. എന്തെടുക്കണം, ഡോക്ടർ പറയണ ഓർഡർ എന്താ, ഡോക്ടർ പറയണെന്നുള്ള കാര്യങ്ങൾ, മെഡിക്കൽ ലീഗൽ കേസ്. ഓക്കെ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കാം. അതാണ് ഇവിടെ കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. ഓർഡർ എടുക്കുക, പേഷ്യന്റിന്റെ കാര്യങ്ങൾ ഡോക്ടർമാരെ കയ്യിൽ നിന്ന് ഡോക്ടർ എന്താണോ പറയണേ അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഓർഡർ ആയിട്ട് കറക്റ്റ് എടുക്കാം. എന്താണ് നമുക്ക് നോക്കാം. ഇഫ് എനി ടെസ്റ്റ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ എന്തെങ്കിലും ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദ നഴ്സ് മസ്റ്റ് മേക്ക് അറേഞ്ച്മെന്റ് ടു ക്യാരി ഔട്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഡോക്ടർ പറയണം ഏതെങ്കിലും ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ആ പേഷ്യന്റിന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, നഴ്സ് എന്ത് ചെയ്യണം, അപ്പൊ തന്നെ പേഷ്യന്റിന് നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന് നമ്മൾ എന്ത് വേണം, അത് നമ്മൾ നടപ്പിലാക്കാനായിട്ട് ചെയ്യണം. അറേഞ്ച്മെന്റ് ചെയ്യണം, അത് നമ്മൾ നടപ്പിലാക്കണം. ആ ടെസ്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ പേഷ്യന്റിനെ പോയി ആ ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പൊ മസ്റ്റ് മേക്ക് അറേഞ്ച്മെന്റ് ടു ക്യാരി ഔട്ട്. അത് അറേഞ്ച്മെന്റ് ചെയ്യേണ്ട ഡ്യൂട്ടി നമുക്കുണ്ട്. പിന്നെന്താ, അതർ പ്രൊസീജിയേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ എന്ന് വെച്ചാൽ എന്താ, എന്തെങ്കിലും പിന്നെ ഡോക്ടർ വേറെ എന്തെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെയിൽ എന്ന് വെച്ചാൽ അതും കൂടി ആ നടപടിക്രമങ്ങളും കൂടി നമ്മൾ നടത്തണം. ഓക്കെ, ഇപ്പൊ ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ പോയി പേഷ്യന്റ് ടെസ്റ്റ് ചെയ്യിപ്പിക്കാം. അതല്ല വേറെ എന്താണോ ഡോക്ടർ പറഞ്ഞത്, ചിലപ്പോ പറഞ്ഞത് ഫിസിയോതെറാപ്പി ചെയ്യാനായിരിക്കും. ഈ പേഷ്യന്റ് പറഞ്ഞിട്ടുണ്ടാവും, രാവിലെ റൗണ്ട്സ് വന്നപ്പോ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് കാല് നടക്കാൻ നിലത്ത് കുത്താൻ പറ്റണില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു കാണും. അപ്പൊ ഡോക്ടർ എന്ത് പറഞ്ഞിട്ടുണ്ടാവും, 2 ദിവസം ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ശരിയാവും എന്ന് പറയും.
അപ്പൊ ഈ പേഷ്യന്റിനെ വിളിച്ചിട്ട് നമ്മൾ എന്ത് വേണം, ഫിസിയോതെറാപ്പി ഒന്നല്ലെങ്കിൽ ഫിസിയോതെറാപ്പി എവിടെയാണ് ഇരിക്കുന്നത്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ പേഷ്യന്റിനെ അവിടെ നമ്മൾ കൊണ്ടുപോകാം, നഴ്സുമാരുടെ ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ പേഷ്യന്റ് അവരുടെ സൗകര്യം എപ്പോഴാണ് അവർ ഫ്രീ ആവുന്നത് അവരെ നമ്മൾ പേഷ്യന്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. എന്തെങ്കിലും പരിശോധനകൾ ടെസ്റ്റുകൾ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നഴ്സുമാർ അത് പാലിക്കാനായിട്ട് ശ്രമിക്കണം, അത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡോക്ടർ നിർദ്ദേശിച്ച മറ്റു നടപടികൾ ഉണ്ടെങ്കിലും അതും നമ്മൾ കറക്റ്റ് നടത്തണം. അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെന്താ 9ാമത്തെ പോയിന്റ്, കെയർ ഓഫ് വാല്യബിൾസ് ആൻഡ് ക്ലോത്തിങ്. കെയർ ഓഫ് വാല്യബിൾസ് ആൻഡ് ക്ലോത്തിങ് എന്ന് വെച്ചാൽ എന്താ, അവർക്ക് പേഷ്യൻസ് ഒരുപാട് വാല്യബിൾ ആയ അവരുടെ ഡ്രസ്സായാലും വാല്യബിൾ ആയ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. പേഷ്യൻസ് റൂമിലേക്ക് വരുമ്പോ എല്ലാവരും ഊരി വെച്ചിട്ടാണോ ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഇതൊന്നും ഇടണില്ല എന്ന് പറഞ്ഞാണോ നമ്മള് ഹോസ്പിറ്റലിൽ പോണത്? അല്ല, അവര് കഴുത്തിലും കാതിലും കയ്യിലൊക്കെ ഓർണമെന്റ്സ് ഇട്ടിട്ടായിരിക്കും വരുന്നത്. അതാണ് പറഞ്ഞത് കെയർ ഓഫ് വാല്യബിൾ ആൻഡ് ക്ലോത്തിങ്. അവർക്ക് വിലപിടിപ്പുള്ള കാര്യങ്ങളുണ്ട്. ക്ലോത്തിങ് അവരുടെ ഡ്രസ് ആയാലും എന്തായിരിക്കും, ഇപ്പൊ ഹോസ്പിറ്റലാണെങ്കിലും നമുക്ക് നമ്മുടെ സൂക്ഷിക്കാൻ നമ്മള് പേഷ്യൻസ് ഏത് അവസ്ഥയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബൈസ്റ്റാൻഡർ ആയാലും എന്താ, ബൈസ്റ്റാൻഡറും സൂക്ഷിക്കണം. പക്ഷെ ബൈസ്റ്റാൻഡർ ആ അവസ്ഥയില് അവരുടെ മാനസികാവസ്ഥ, അവരുടെ കൂടെ നിൽക്കണ വൈഫിന് ഹസ്ബൻഡിന് എന്ത് അസുഖമായിട്ട് അവരുടെ മാനസികാവസ്ഥ ആയിരിക്കും. ആ സമയത്ത് അവരെ വിലപിടിപ്പുള്ള ക്ലോത്ത് ഓർണമെന്റ്സ് ഒന്നും അവർ ശ്രദ്ധിക്കില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, കെയർ ഓഫ് വാല്യബിൾ ആൻഡ് ക്ലോത്തിങ് അതിനെ കുറിച്ചാ പറയണേ. ഇഫ് എ പേഷ്യന്റ് ഈസ് വെയറിംഗ് ഹോസ്പിറ്റൽ ഡ്രസ്, അവരെ കൊണ്ട് പേഷ്യന്റിനെ കൊണ്ട് ആ ഡ്രസ്സ് മാറ്റിച്ചിട്ട് നമ്മൾ എന്ത് വേണം, അവർക്ക് രോഗിയുടെ വസ്ത്രങ്ങൾ കൊടുക്കാം. പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരെ വസ്ത്രങ്ങൾ കൊടുക്കാം. എന്നിട്ടാ ദ പേഷ്യന്റ് ക്ലോത്ത്, അപ്പൊ നമ്മൾ ഒഴിപ്പിച്ചു, പേഷ്യന്റ് ഡ്രസ്സ് മാറ്റിച്ചു, അപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്, പേഷ്യന്റിന്റെ ക്ലോത്ത് ഉണ്ട്. ദ പേഷ്യന്റ് ക്ലോത്ത് ഷുഡ് ബി ഹാൻഡഡ് ഓവർ ടു റിലേറ്റീവ്സ്. അപ്പൊ തന്നെ നമ്മൾ എന്ത് വേണം, പേഷ്യന്റിന്റെ ഡ്രസ്സ് നമ്മള് റിലേറ്റീവിന് കൊടുക്കാം. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ഓർണമെന്റ്സ് കറക്റ്റ് പേഷ്യൻസിന്റെ മുന്നിൽ തന്നെ വെച്ച് നമ്മൾ ഊരി അവർക്ക് കൊടുത്തേക്കാം. ഓക്കെ. ഇൻ കേസ് ഓഫ് ആബ്സെൻസ് ഓഫ് റിലേറ്റീവ്സ്, ഈ കേസിൽ ചില സമയത്ത് പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് അവിടെ ഇല്ലെങ്കിൽ, ആബ്സെൻസ് ഓഫ് റിലേറ്റീവ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളവിടെ ക്ലോത്തിങ് ഈസ് നമ്പേർഡ്. അപ്പൊ നമ്മള് ക്ലോത്തിങ് റിലേറ്റീവ് അവിടെ ഇല്ല, ആ സമയത്ത് നമ്മള് അവരുടെ വസ്ത്രങ്ങൾക്ക് നമ്പർ ഇടണം. ഓരോ നമ്പർ ഇന്ന പേഷ്യന്റിന് ഒന്നല്ലെങ്കിൽ പേര് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്പർ ഇടാം, അല്ലെങ്കിൽ ലാബിൾഡ് ആൻഡ് കെപ്റ്റ് ഇൻ സ്റ്റോർ അണ്ടിൽ സച്ച് ടൈം പിന്നെ ഹാൻഡഡ് ഓവർ ടു റിലേറ്റീവ്സ്. നമ്മള് പേഷ്യന്റിന്റെ ഡ്രസ്, നമ്മുടെ ഡ്രസ്സ് കൊടുത്തു, പേഷ്യന്റിന്റെ ഡ്രസ്സ് നമ്മൾ ഊരി മേടിച്ചു റിലേറ്റീവ്സിന് കൊടുത്തു. ഒരു പക്ഷെ റിലേറ്റീവ്സ് ആ ടൈമിൽ ഇല്ലെങ്കിൽ നമ്മള് ആ പേഷ്യന്റിന്റെ ക്ലോത്തിന് നമ്പർ ഇട്ടിട്ട് നമ്മൾ സ്റ്റോറിൽ കൊണ്ടുപോയി ലേബൽ ഒട്ടിച്ച് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് എപ്പോഴാണോ വരുന്നത് അപ്പൊ നമ്മൾ ആ ക്ലോത്ത് എടുത്ത് കൊടുക്കാം. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. പിന്നെന്താ, എൻകറേജ് ദ ക്ലയന്റ് ടു സെൻഡ് ജ്വല്ലറി, മണി ആൻഡ് അതർ വാല്യുബിൾസ് സച്ച് ആസ് വാച്ച് ടു ഹോം വിത്ത് റിലേറ്റീവ്സ്. എന്താ പറഞ്ഞേ, ആഭരണങ്ങളും പണവും വാച്ചും പോലെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ ബന്ധുക്കളോടൊപ്പം വീട്ടിലേക്ക് അയക്കാൻ നമ്മള് പേഷ്യൻസിനോട് പറയണം. മനസ്സിലായ? ഹോസ്പിറ്റലിൽ വെക്കരുത് ഇതൊന്നും, അവരുടെ റിലേറ്റീവ്സിന്റെ കയ്യിൽ കൊടുത്തു വിടണം വീട്ടിൽ സൂക്ഷിക്കാനായിട്ട്. ഹോസ്പിറ്റലിൽ നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല അല്ലെ. വാർഡിലൊക്കെ ആണെങ്കിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാവില്ല, എത്ര പേഷ്യൻസ് നടക്കണതായിരിക്കും. പിന്നെ റൂമാണെങ്കിലോ നഴ്സുമാരായാലും നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ പക്ക കറക്റ്റ് ആയിരിക്കണം. എന്നാലും നമ്മൾ എത്ര വന്നാലും എവിടെ വന്നാലും ഇപ്പൊ ഹോസ്പിറ്റലാവുമ്പോ റൂമിലാവുമ്പോ ഒരുപാട് പേര് വരും ക്ലീനിങ്ങിനായാലും. അപ്പൊ നമ്മൾ അതൊന്നും സുരക്ഷിതല്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, എൻകറേജ് ചെയ്യാം പേഷ്യൻസിനെ. എൻകറേജ് ദ ക്ലയന്റ് എന്ന് വെച്ചാൽ പേഷ്യൻസിനോട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിക്കുക. ടു സെൻഡ് ജ്വല്ലറി, അവരെ ജ്വല്ലറികളും കാശുകളും പിന്നെ അതർ വാല്യുബിൾ വിലപിടിപ്പുള്ള വാച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിലേറ്റീവ്സിനോട് വീട്ടിൽ കൊണ്ടുവെക്കാൻ പറയാം. ഇതെന്താ, മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ് ഇഫ് ഹി കീപ് സംതിങ് വിത്ത് ഹിംസെൽഫ് ഇൻ ഹിസ് ഓൺ റിസ്ക്. എന്ന് വെച്ചാല് അവർ എന്തെങ്കിലും കയ്യിൽ സൂക്ഷിക്കാൻ നമ്മുടെ കയ്യിൽ തരികയാണെങ്കിൽ അത് അവന്റെ സ്വന്തം ഉത്തരവാദിത്തത്തിലാണെന്ന് അവരെ മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പൊ അവര് പറയാണ് ഇത് ഞങ്ങൾ സൂക്ഷിച്ചോളാം കൊണ്ടുപോയില്ല എന്ന് പറയുകയാണെങ്കിൽ അവരുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലാണ്
അത് സൂക്ഷിക്കണം. അവരുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയിലാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. ഓക്കെ, അപ്പൊ അത്രയും പോയിന്റ് ആണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സിംഗ് എന്നത്. സിമ്പിൾ അല്ലേ? വലിയ പാടൊന്നുമില്ലല്ലോ, വായിച്ചാൽ മനസ്സിലാവണാണ്. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബോറൊന്നുമില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. ഇനി ഒരു ചെറിയ പാരഗ്രാഫും കൂടി ഉണ്ട്, പക്ഷെ അത് എടുക്കാൻ നമുക്കിപ്പോ ടൈമില്ല. 15:27 അല്ലേ? 3 മിനിറ്റിനുള്ളിൽ നമ്മുടെ തീരില്ല, പിന്നെ മനസ്സിലാവില്ല നിങ്ങൾ. ഓക്കെ, എടുക്കണോ? അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എടുക്കണം. സുഹൈല എടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അതും കൂടി അങ്ങോട്ട് എടുക്കാം. നെക്സ്റ്റ് നമുക്ക് പുതിയ വേണ്ട, റുസീന വേണ്ടാന്നാണ്. വേണ്ട, റുസീന വേണ്ട. ഓക്കെ, ഒരുപാട് പേര് വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എടുക്കാം. വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ നമുക്ക് എടുക്കണ്ട. അപ്പൊ നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കി പോണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ ഇത് ഇച്ചിരി ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ടോപ്പിക് നമ്മൾ എടുക്കും, വെന്റിലേറ്റർ. പുതിയ ടോപ്പിക് ഏതാ? വെന്റിലേറ്റർ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വെന്റിലേറ്ററിന്റെ PDF ഒക്കെ ഇപ്പോൾ എടുത്താൽ നെക്സ്റ്റ് ക്ലാസ് പുതിയ ചാപ്റ്റർ എടുക്കാം. ശരിയായിരുന്നു, പക്ഷെ 28 പിന്നെ 28 എടുത്ത് തീരില്ല. 8 പോയിന്റ് ഉണ്ട്, നമുക്ക് വിശദീകരിച്ച് പറയണമെങ്കിൽ നമുക്ക് തീരൂല. ഇങ്ങനെ വന്നാലും ഒരു 40 വരയ്ക്കും. 10 മിനിറ്റെങ്കിലും പറയണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം, കുഴപ്പമില്ല. അപ്പൊ നമ്മള് അടുത്ത ക്ലാസ്സിൽ എന്തായാലും നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ വെന്റിലേറ്ററിന്റെ PDF ആയാലും ടെക്സ്റ്റ് ബുക്ക് ആയാലും എല്ലാവരും ഒന്ന് റെഡിയാക്കി വെച്ചേക്കാം. നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെന്റിലേറ്റർ ഓപ്പൺ ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.